السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മരണാനന്തരം എല്ലാവർക്കും കഴിച്ചുകൂട്ടേണ്ടുന്ന ബർസഖിയായ ജീവിതം, അതല്ലെങ്കിൽ ഖബർ ജീവിതം, ആ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന രക്ഷകളും അതുപോലെ തന്നെ ഭീകരമായ ശിക്ഷകളും, ഇതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഭീകരമായ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം നാം അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷയും കാവലും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നമസ്കാരത്തിലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടാതിരുന്നിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖബർ ശിക്ഷയില്ല എന്ന് ഉറപ്പാണ്. എന്നിട്ടും ആ നേതാവ് ഖബറിന്റെ ഭീകരമായ ശിക്ഷയെ സംബന്ധിച്ച് ഓർക്കുകയും അതിൽ നിന്ന് രക്ഷ ചോദിക്കുവാൻ ഈ ഉമ്മത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിൽ നിന്ന് അതിന്റെ ഗൗരവവും അതിന്റെ പ്രാധാന്യവുമൊക്കെ എത്രമാത്രമാണെന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ്. ഖബറിലെ ശിക്ഷയ്ക്ക് ഹേതുവായി തീരുന്ന ഒട്ടേറെ പാപങ്ങളുണ്ട്. നാം വളരെയേറെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ഖബറിലെ ഭീകരമായ ശിക്ഷയ്ക്ക് നാം എല്ലാവരും ഇരയാകാൻ പോവുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ കുഫറിൽ നിലകൊള്ളുന്നവർ, അതുപോലെ തന്നെ കപടന്മാർ, കാപട്യത്തിൽ നിഫാഖിൽ സ്ഥിതി ചെയ്യുന്നവർ, ഇവർക്കൊക്കെയും കഠോരമായ ശിക്ഷയാണ് ഖബറിലും നേരിടാനുള്ളത്. അതൊക്കെ പൊതുവായിട്ടുള്ള എല്ലാവർക്കുമുള്ള, അഥവാ കാഫിറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, മുനാഫിക്കുകൾക്കുള്ള കഠോരമായ ആ ശിക്ഷയാണെങ്കിൽ അല്പമൊക്കെ ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിശ്വാസികളിൽ സംഭവിക്കുന്ന ചില പ്രത്യേക പാപങ്ങൾ, ആ പാപങ്ങളെ സംബന്ധിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖിയാമത്ത് നാൾ വരെ അഥവാ ബർസഖിയായ ലോകത്ത് ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന ചില പ്രത്യേകമായ ഗൗരവമാർന്ന പാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവിടുന്ന് കണ്ട ഒരു സ്വപ്നത്തിലൂടെ വിശദീകരിച്ചു തരുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനൊരു പതിവുണ്ടായിരുന്നു. അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സഹാബത്ത് പറയുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സ്വല്ലാ സ്വലാത്തൻ അഖ്ബല അലൈനാ ബിവജ്ഹിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞാൽ, നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് അവിടുന്ന് ചോദിക്കും, മൻ റആ മിൻകുമുൽ ലൈലത റുഅ്യാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നലത്തെ രാത്രിയിൽ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അങ്ങനെ സഹാബിമാരാരെങ്കിലും ഫഇൻ റആ അഹദുൻ ഖസ്സഹാ, സഹാബിമാരാരെങ്കിലും സ്വപ്നം വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവർ വിവരിച്ചു കൊടുക്കാറുണ്ട്. ഫയഖൂലു മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു പ്രവാചകന്റെ പതിവെങ്കിൽ ഫസഅലനാ യൗമൻ, ഒരു ദിവസം റസൂലുള്ള ഞങ്ങളോട് ചോദിച്ചു, ഹൽ റആ അഹദും മിൻകും റുഅ്യാ, നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? ഖുൽനാ, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ലാ, ഇല്ല നബിയെ, ഞങ്ങൾ ആരും ഇന്നലെ ഒരു സ്വപ്നവും കണ്ടിട്ടില്ല. ആ ഘട്ടത്തിലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാകിന്നി റഅയ്തുൽ ലൈല, എന്നാൽ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. നിങ്ങളാരും ഇന്ന് സ്വപ്നം കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ ഞാൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അതാ റജുലൈനി അതയാനി, രണ്ടാളുകളതാ എന്റെ അടുക്കലേക്ക് വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വപ്നം വിശദീകരിക്കുകയാണ്. അതാ രണ്ടാളുകൾ എന്നെ സമീപിക്കുന്നു. ഫഅഖദാ ബിയദി, അങ്ങനെ അവർ രണ്ടാളും എന്റെ കൈ പിടിക്കുന്നു. ഫഅഖ്റജാനി ഇലൽ അർദിൽ മുഖദ്ദസ, പരിശുദ്ധമായ ഒരു താഴ്വരയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അതാ ഞാൻ അവിടെ ചെന്നു നോക്കുമ്പോ ഫഇദാ റജുലുൻ ജാലിസുൻ, ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുകയാണ്. വറജുലുൻ ഖായിമുൻ ബിയദിഹി കല്ലൂബും മിൻ ഹദീദ്, ആ ഇരിക്കുന്ന മനുഷ്യന്റെ അതാ തൊട്ടടുത്തതാ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് കല്ലൂബും മിൻ ഹദീദിൻ, ഇരുമ്പ് കൊണ്ടുള്ള കൊടിലുണ്ട്, ചവണയുണ്ട്, ഇരുമ്പ് കൊണ്ടുള്ള കൊളുത്തുണ്ട്. അങ്ങനെ അതാ യുദ്ഖിലുഹു ഫീ ശിദ്ഖിഹി, അതാ ഇരിക്കുന്ന മനുഷ്യന്റെ അതാ ചിറിയിലേക്ക് ഇട്ടുകൊണ്ട് അതതാ പ്രവേശിപ്പിക്കുന്നു. ഹത്താ യബ്ലുഗ ഖഫാഹു, അതതാ അയാളുടെ പിരടി വരെ മുറിക്കുന്നു. ഈ കൊടില് കൊണ്ട് ഈ ചിരിയിലേക്ക് ഈ കൊടില് കടത്തിയിട്ട് അതാ അത് ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരടി വരെ മുറിക്കുന്നുണ്ട്. സുമ്മ യഫ്അലു ബിശിദ്ഖിഹിൽ ആഖരി മിസ്ല ദാലിക, മറ്റേ ചിരിയുടെ ഭാഗത്തും വായയുടെ മറ്റേ ഭാഗത്തും ഇങ്ങനെ ഈ കൊളുത്തിട്ട് വലിച്ചിട്ട് പിരടി വരെ വലിച്ചു കീറുന്നുണ്ട്. വയൽതഇമു ശിദ്ഖുഹു ഹദാ, ഒരു ഭാഗത്ത് ഇങ്ങനെ കീറി മുറിച്ച് അതങ്ങ് അടുത്ത ഭാഗത്തേക്ക് നീങ്ങുമ്പോഴേക്ക് അതാ ആ ഭാഗത്തെ മാംസം കൂടുകയായി. അപ്പോഴേക്ക് ഈ ഭാഗത്ത് ഈറി മുറിക്കുകയായി. അതീർന്ന് മുറിക്കുമ്പോഴേക്ക് ഈ ഭാഗത്ത് മാംസം കൂടുകയായി. എങ്ങനെ നിരന്തരമായി അദ്ദേഹത്തിന്റെ വായയിലേക്ക് ഇരുമ്പിന്റെ കൊടില് കടത്തിയിട്ട് കീറി മുറിച്ചു കൊണ്ടിരിക്കുന്നു, പിരടി വരെ. അതുപോലെ തന്നെ മൂക്കുദ്വാരത്തിലൂടെ ഈ കൊടിലിട്ടുകൊണ്ട് അതും പിരടി വരെ ഇർന്നു മുറിക്കുന്നു. കണ്ണിൽ ഈ കൊടില് കടത്തിയിട്ട് അതാ അതുകൊണ്ടും അദ്ദേഹത്തിന്റെ പെരടി വരെ ഇർന്നു മുറിക്കുകയാണ്. ഇങ്ങനെ നിരന്തരമായി മുറിക്കുന്നു.
ആ മുറിച്ചു കഴിഞ്ഞ് അപ്പുറത്തേക്ക് മുറിക്കുമ്പോഴേക്ക് ഈ ഭാഗത്ത് മുറിവ് കൂടുന്നു, പിന്നെയും ഈ ഭാഗത്ത് മുറിക്കുന്നു. അങ്ങനെ നിരന്തരമായി വായയിലൂടെ, മൂക്കിലൂടെ, കണ്ണുകളിലൂടെ ഈ ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിച്ച് കീറി കീറി പിളർത്തി മുറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഞാൻ ആദ്യമായി കാണുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂല് കണ്ട ആദ്യത്തെ രംഗം. ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, എന്റെ കൂടെയുള്ള 2 മലക്കുകൾ ഉണ്ടല്ലോ, 2 ആളുകൾ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ 2 ആളുകൾ ആരാണ്? ഒന്ന് ജിബ്രീൽ, മറ്റൊന്ന് മീകായിൽ അലൈഹിമുസ്സലാം. ആ 2 ആളുകളോടും ഞാൻ ചോദിക്കുകയാണ്, മഹാദാ, ഇതാ ഈ കാണുന്ന ശിക്ഷ എന്താണ്? അവർ 2 ആളും വിശദീകരണമൊന്നും അപ്പോൾ പറഞ്ഞില്ല. ഇൻതലിഖ്, മുന്നോട്ട് നടക്കൂ, പിന്നെ പറയാം എന്ന അർത്ഥത്തിൽ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോ ഫന്തലഖ്നാ ഹത്താ അതൈനാ അലാ റജുലിൻ മുദ്തജിഇൻ അലാ ഖഫാ, ഞങ്ങളെ പിന്നെ എത്തിയത് മറ്റൊരാളുടെ സമീപത്തേക്കാണ്. ആ മനുഷ്യന്റെ സമീപത്തെത്തി നോക്കുമ്പോ അയാളുടെ രംഗം എന്താണ്? അയാളെ ഇങ്ങനെ മലർത്തിക്കിടത്തിയിരിക്കുകയാണ്. മലർത്തിക്കിടത്തപ്പെട്ട ഒരു മനുഷ്യന്റെ, അയാളുടെ തലഭാഗത്ത് റജുലുൻ ഖായിമുൻ അലാ റഅ്സിഹി, അതാ ആ കിടത്തപ്പെട്ട മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. ബിഫിഹിരിൻ ഔ സഖറത്തിൻ, അതാ വലിയ ഒരു പാറക്കല്ലും പിടിച്ചുകൊണ്ട് അയാൾ നിൽപ്പാണ്. ഫയഷ്ദഹു ബിഹി റഅ്സഹു, അയാളുടെ തലയിലേക്ക് ഈ പാറക്കല്ലൊരൊറ്റേറാണ്. അയാളുടെ തല ചതഞ്ഞരഞ്ഞു പോകുന്നു, തലയതാ ചതഞ്ഞരഞ്ഞു പോകുന്നു. ഫഇദാ ദറബഹു തദഹദഹൽ ഹജറു, അതാ ആ ഒറ്റ അടിക്ക് കല്ലങ്ങ് ഉരുണ്ടു പോവുകയുമാണ്. ഈ കല്ല് ഉരുണ്ടു പോകുമ്പോ, ആ ഉരുണ്ടു പോകുമ്പോഴേക്ക് ഇയാളുടെ ശരീരം, ഇയാളുടെ തലയാകെ ചതഞ്ഞരഞ്ഞു പോയിട്ടുണ്ട്. ഈ കല്ലുരുണ്ടുരുണ്ടു പോകുമ്പോ ഫന്തലഖ ഇലൈഹി ലിയഖുദഹു, ഇതാ ഈ മനുഷ്യൻ അയാളുടെ ആ കല്ലെടുക്കാൻ വേണ്ടി പോവുകയാണ്. കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ഫലാ യർജിഉ ഇലാ ഹാദാ, ആ കല്ലെടുത്ത് ഇയാളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോഴേക്ക് ഹത്താ യൽതഇമ റഅ്സുഹു വആദ റഅ്സുഹു കമാ ഹുവാ ഫആദ ഇലൈഹി ഫദറബഹു, ആ കല്ലെടുത്ത് മടങ്ങി വരുമ്പോഴേക്ക് ഈ ചതഞ്ഞരഞ്ഞു പോയ തലയതാ പൂർവസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു. ഒരു കേടുമില്ലാത്ത ശിരസ്സായി മാറിയിരിക്കുന്നു. ആ ചതവെല്ലാം മാറിയിട്ട് അതാ നല്ല ആരോഗ്യമുള്ള തലയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഫആദ ഇലൈഹി ഫദറബഹു, വീണ്ടും അതാ മടങ്ങി വന്നിട്ട് പിന്നെയും കല്ലെടുത്തെറിഞ്ഞ് ചതച്ചരക്കുന്നു. ഇത് തന്നെ തുടരുകയാണ്, ഇത് തന്നെ തുടരാണ്. എറിയുന്നു, തല ചതഞ്ഞരയ്ക്കുന്നു, ആ കല്ലുരുണ്ടു പോകുന്നത് എടുത്തു വരുമ്പോഴേക്ക് തല പൂർവ്വസ്ഥിതിയിലാകുന്നു, പിന്നെയും എറിയുന്നു. ഈ രൂപത്തിലുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അപ്പോഴും ഞാൻ ചോദിച്ചു എന്റെ കൂടെയുള്ളവരോട്, മൻഹാദാ, ഇതാരാണ്? അവർ 2 ആളും പറഞ്ഞു, ഇൻതലിഖ്, മുന്നോട്ട് പോകൂ. ഫന്തലഖ്നാ, അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോ പിന്നെ എത്തിയത് എവിടേക്കാണ്? ഇലാ സഖബിൻ മിസ്ലത്തന്നൂർ അഅലാഹു ദയഖുൻ വഅസ്ഫലുഹു ആസിഉൻ യതവത്തഹു നാറാ فإذا اقترب ارتفعوا حتى كادوا أن يخرجوا فإذا خمدت رجعوا فيها وفيها رجال ونساء عراة. ഞങ്ങൾ എത്തിയതെവിടെ കാണുന്നു? അതാ ഒരു ചൂളയെ പോലെ, ഒരു ചൂള പോലെ ഒരു ഗുഹയിലേക്കാണ് എത്തി നോക്കിയത്. ആ ഗുഹയിലേക്ക് നോക്കുമ്പോ അഅലാഹു ദയഖുൻ, അതിന്റെ മുകൾ ഭാഗം ഇടുങ്ങിയ ഗുഹയാണ്, ോറും ഇടുങ്ങിയ വായയാണ് അതിനുള്ളത്. വാസ്ഫലഹു വാസിഉൻ, ആ പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ചൂളയുടെ അടിഭാഗം വളരെ വിശാലമാണ്. അടിഭാഗം വളരെ വിശാലമായതും മുകൾ ഭാഗം ഇങ്ങനെ കുടുങ്ങിയ തലയോടുകൂടിയുള്ളതുമായ ഒരു ചൂളയിലേക്ക് നോക്കുമ്പോ അതാ യതവഖദു തഹ്തഹു നാറാ, അതിന്റെ അടിയിൽ തീ കത്തിക്കുക.
ആ പാത്രം ഇങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊള്ളിയിട്ട് അതാ ചൂട് സഹിക്കവയ്യാതെ അവരതാ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ വേണ്ടി മുകളിലോട്ട് വരുന്നു. സാധിക്കുന്നില്ല. ഫൈദാ ഖമദത് റജഉ ഫീഹാ, ആ തീ അങ്ങണയുമ്പോഴേക്ക് അവർ പിന്നെയും അതിലേക്ക് വീഴുകയാണ്. തീ കത്തിച്ച് വീണ്ടും ചൂട് വരുമ്പോൾ പുറത്തേക്ക് അവർ പൊങ്ങുകയാണ്. രക്ഷപ്പെടാനാകുന്നില്ല. അങ്ങനെയതാ തീയിട്ട് കത്തിക്കപ്പെടുകയും ആ ആവിയിൽ അവർ പുറത്തേക്ക് വരികയും ആവി അങ്ങ് നീങ്ങുമ്പോ പിന്നെയും അതിലേക്ക് വീഴുകയും ഇങ്ങനെ നിരന്തരമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർഗം. ഞാൻ അതിലേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, വഫീഹാ, അതിലാരാണെന്നോ റിജാൽ, പുരുഷന്മാർ, വനിസാഉൻ, സ്ത്രീകളുമാണ്. എങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാരാണെന്നോ, ഉറാത്ത്, പരിപൂർണ നഗ്നരായ സ്ത്രീ പുരുഷന്മാരാണ്. ഉടുതുണിയില്ലാത്ത സ്ത്രീ പുരുഷന്മാരാണ് ആ രൂപത്തിൽ അതിൽ ഞാൻ കാണുന്നത്. ഫഖുൽതു, അപ്പോഴും ഞാൻ ചോദിച്ചു എന്റെ കൂടെയുള്ളവരോട്, മൻഹാദാ, ഇതാരാണ്? ഖാല, അവർ രണ്ടാളും പറഞ്ഞു, ഇൻതലിഖ്, മുന്നോട്ട് പോകൂ, പോകൂ, പിന്നെ പറയാമെന്ന അർത്ഥത്തിൽ. ഫൻതലഖ്നാ ഹത്താ അതൈനാ അലാ നഹരിൻ മിൻ ദമിൻ ഫീഹി റജുലുൻ ഖായിമുൻ അലാ വസത്തിൻ നഹാരി റജുലുൻ ബൈന യദൈഹി ഹിജാറാ ഫഅഖ്ബല الرجل الذي في النهر فإذا أراد أن يخرج رمى الرجل بحجر في فيه فرده حيث كان فجعل كلما جاء ليخرج رمى في فيه بحجر فيرجع كما كان. വളരെ ഭീകരമായ ഒരു രംഗമാണ് ഇവിടെയും പറയുന്നത്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അതാ ഒരു നദി, വളരെ ചുവന്ന നിറത്തിലുള്ള, അതാ ബ്ലഡിനാലുള്ള, രക്തത്താലുള്ള ഒരു പുഴയാണ് കാണുന്നത്, ഒരു നദിയാണ് കാണുന്നത്, ഒരരുവിയാണ് കാണുന്നത്. അതിലുള്ള വെള്ളം രക്തസമാനമാണ്, രക്തത്താലുള്ള വെള്ളമാണ്. അതിലതാ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തുകയാണ്. അയാള് നീന്തി നീന്തി കരക്കണയുമ്പോ അതാ വഅലാ ശത്തിൻ നഹരി റജുലുൻ, കരയിൽ ഒരാള് നിൽക്കുന്നുണ്ട്. അയാളുടെ മുമ്പിൽ അതാ ഒട്ടേറെ കല്ലുകളാണ്. ഈ മനുഷ്യനതാ വളരെ വിഷമിച്ച് ആ നടുത്തളത്തിൽ നിന്ന് നീന്തി നീന്തി കരപറ്റി വാവിളിർന്ന് വരുമ്പോഴേക്കതാ ഇയാളെ കല്ലെടുത്തുകൊണ്ട് കരയിൽ നിൽക്കുന്ന ഈ വ്യക്തി കല്ലെറിഞ്ഞോടിക്കുന്നു. അയാളുടെ വായയിലേക്ക് കല്ലുകൾ എടുത്തെറിയുന്നു. ആ മനുഷ്യൻ പിന്നെയും നദിയുടെ നടുവിലേക്ക് തന്നെ ആട്ടിയോടിക്കപ്പെടുന്നു. പിന്നെയും അയാൾ നീന്തി നീന്തി കരക്കണയാൻ നോക്കുന്നു. വാ പിളർന്ന് ക്ഷീണിച്ചു വരുന്ന നേരത്ത് പിന്നെയും അതാ കരക്ക് നിൽക്കുന്ന വ്യക്തി കല്ലുകൾ എടുത്തയാളുടെ വായയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറിഞ്ഞുകൊണ്ട് അയാൾ പിന്നെയും ആ രക്തപ്പുഴയിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും രക്തം കുടിച്ചും ചീർത്ത് വീർത്തുകൊണ്ട് വളരെ പ്രയാസം സഹിക്കുന്ന ഒരു രംഗത്തിലേക്കാണ് പിന്നെ ഞാൻ കണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 4 വളരെ ദയനീയമായ രംഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വപ്നത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. പിന്നീടതാ പിന്നെയും വേറെയും ചില രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം പറയട്ടെ, സുദീർഘമായ ഹദീസാണ്. അങ്ങനെ ഖുൽതു, അവസാനം ഈ സംഭവങ്ങളൊക്കെ നടന്നതിന്റെ ശേഷം ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എന്റെ കൂടെയുള്ളവരോട് ഞാൻ ചോദിച്ചു, തവഫ്തുമാനി അല്ലൈല ഫഅഖ്ബിറാനി അമ്മാ റഅയ്ത്. അതാ ഞാൻ കുറെ നേരമായല്ലോ, പല രംഗങ്ങളും ഞാൻ ഈ രാത്രിയിൽ കാണുന്നല്ലോ. ഈ രാത്രിയിൽ നിങ്ങളിതാ എന്നെ പലയിടത്തേക്കും ഇങ്ങനെ ചുറ്റി സഞ്ചരിപ്പിച്ചല്ലോ. ഞാൻ കണ്ടതിന്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഫഅഖ്ബിറാനി അമ്മാ റഅയ്ത്, ഞാൻ കണ്ടതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എന്നീ രണ്ടാളുകളോട്, അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമിനോടും മികായിൽ അലൈഹിസ്സലാമിനോടും പറഞ്ഞപ്പോ ഖാലാ, അവർ രണ്ടാളും പറഞ്ഞു, നഅം, അതേ, ഇപ്പോൾ വിശദീകരിച്ച് തരുന്ന നേരം തന്നെയാണ്, കേട്ടോളൂ. വിശദീകരിക്കാൻ പോവുകയാണ് ജിബ്രീലും മീകായിലും. ഈ രംഗങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അമ്മല്ലദീ റഅയ്തഹു,
يشق صدقه فكذاب يحدث بالكذبة فتحمل عنه حتى تبلغ الآفاق فيصنع به ما رأيت إلى يوم القيامة. അമ്മല്ലദീ റഅയ്തഹു, നീ ആദ്യം കണ്ടില്ലേ, താങ്കൾ കണ്ടില്ലേ ഒരാളതാ യുശഖു സിദ്ഖുഹു, അയാളുടെ ചിരിയിലേക്ക് അതാ ഇങ്ങനെ കൊടിലി കടത്തിയിട്ട് കീറി മുറിക്കപ്പെടുന്ന ഒരു രംഗം കണ്ടില്ലേ? അതാരാണെന്നല്ലേ അറിയേണ്ടത്? ഫകദ്ദാബുൻ, നുണയനാണ് അയാള്, നുണ പറഞ്ഞ് നടക്കുന്നവനാണ്, കളവ് പ്രചരിപ്പിക്കുന്നവനാണ്. അങ്ങനെ യുഹദ്ദിസു ബിൽ കദ്ബ, അവനൊരു കളവങ്ങ് പറഞ്ഞാൽ ഫതുഹ്മലു അൻഹു, അതവനിൽ നിന്ന് മറ്റുള്ളവരങ്ങ് ഏറ്റുവാങ്ങിയിട്ട് ഹത്താ തബ്ലുഗൽ ആഫാഖ്, ലോകം മുഴുവൻ ആ കളവങ്ങ് പ്രചരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ കളവ് പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലോകം മുഴുവൻ കളവ് എത്തിക്കാനുള്ള സംവിധാനങ്ങളുള്ള, ആ രൂപത്തിൽ കളവ് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അത്തരത്തിലുള്ള ആളുകളാണത്. അങ്ങനെ അവൻ ഉപയോഗപ്പെടുത്തിയത് അതിന്റെ തലയല്ലേ, അവന്റെ വായയല്ലേ? ആ നിലക്കതാ അത് കീറി മുറിക്കപ്പെടുകയാണ്. ഫയുസ്നഉ ബിഹി, ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യപ്പെടുന്നതാണ്. മാ റഅയ്ത, താങ്കൾ കണ്ടില്ലേ? ആ ശിക്ഷ ഏതാനും ദിവസത്തേക്കല്ല, ഏതാനും മണിക്കൂറുകളിലേക്കല്ല, ഏതാനും വർഷത്തേക്കുമല്ല. ആ ശിക്ഷ അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ. മഹ്ശറിലേക്ക് ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ഖിയാമത്ത് നാള് വരെയും അവന്റെ ബർസഖിയായ ലോകത്ത് ഈ ശിക്ഷ തുടരുകയാണ്. എത്ര നൂറ്റാണ്ടവൻ കിടക്കണോ അത്രയും നൂറ്റാണ്ടവൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണെന്ന് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവര് പഠിപ്പിച്ചു കൊടുക്കുന്നു, വിശദീകരിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമായ ഒരു കാരണം ഇവിടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് നുണ പറയലാണ്. ആരുടെ പേരിലും നുണ പറഞ്ഞുകൂടാ, ആരുടെ പേരിലും കളവ് പറഞ്ഞുകൂടാ. കളവിൽ ഏറ്റവും ഗുരുതരമായത് അള്ളാന്റെ പേരിൽ കളവ് പറയലാണ്. അള്ളാന്റെ പേരിൽ കളവ് പറയലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും കളവ് പറയലാണ്. റസൂലുള്ളാന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അത് അള്ളാന്റെ പേരിൽ തന്നെ കളവ് പറയലാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുഴുവനും അള്ളാന്റെ വഹിയോടെയല്ലേ. അപ്പൊ റസൂൽ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അള്ള വഹി കൊടുക്കാത്തൊരു കാര്യം വഹി കൊടുത്തു എന്ന് അള്ളാന്റെ പേരിലും നുണ പറയലല്ലേ. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ, അള്ളാന്റെ പേരിൽ കള്ളം കെട്ടി ചമക്കുന്നവർ വിജയിക്കാൻ പോകുന്നില്ല. അള്ളാന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ ഏറ്റവും കടുത്ത അക്രമി ആരുണ്ട്? അള്ളാന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പറഞ്ഞില്ലേ, മൻ ഖാല അലയ്യ മാ ലം അഖുൽ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ, ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞു എന്ന് എന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ അവൻ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ, അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ, മനഃപൂർവ്വം എന്റെ പേരിൽ ഒരാൾ കള്ളം പറഞ്ഞാൽ നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ ഓർത്തുകൊള്ളട്ടെ. എത്രത്തോളം ആ വിഷയത്തിൽ ഗൗരവമുണ്ടെന്നോ, ഒരു ഹദീസ് ദഈഫാണെന്ന് മനസ്സിലായാൽ ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു ഹദീസ് പറയാൻ പാടില്ല. ഒരു ഹദീസ് കള്ളമാണെന്ന് മനസ്സിലായാൽ, അതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ ഹദീസ് കള്ളമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പ്രചരിപ്പിച്ചവര് മുഴുവനും ഈ കള്ളം പറഞ്ഞവരുടെ ലിസ്റ്റിൽ തന്നെയാണ് പെടുക എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ല പറയാത്ത, അല്ല ഉദ്ദേശിക്കാത്ത എന്തെല്ലാം അർത്ഥങ്ങളും ആശയങ്ങളും അള്ളാഹുവിന്റെ പേരിൽ നിന്ന് പല സംഘടനകളും പറയുന്നു, പല പണ്ഡിതന്മാരെന്ന് പറയുന്നവരും വിശദീകരിച്ച് നടക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത എത്രയോ കാര്യങ്ങൾ റസൂലുള്ളാഹി എന്ന് തലക്കൽ ഫിറ്റ് ചെയ്തുകൊണ്ട് എത്രയാളുകളാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കടുത്ത തെറ്റാണത്. ഖബറിൽ അവന് മാരകമായ ശിക്ഷയാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ
പേരിലും കളവ് പറഞ്ഞുകൂടാ, ഒരാളെ പറ്റിയും ഇല്ലാത്തത് പ്രചരിപ്പിച്ചുകൂടാ. അതല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാലിഹീൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ഉറച്ചു നിൽക്കണേ. കളവ് പറയുന്നവരുടെ കൂടെ നിന്നുകൂടാ. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന പാർട്ടികളില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നവർ, ഇസ്ലാമിക ശരീഅത്തിന്റെ പേരിൽ കള്ളം പറയുന്നവർ, ഇസ്ലാമികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അട്ടിമറി നടത്തുന്നവർ, ഇസ്ലാമിനെ സംബന്ധിച്ച് വിമർശിക്കുന്ന കള്ളന്മാർ, അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ സത്യത്തിന് വിരുദ്ധമായത് ആരൊക്കെ പ്രചരിപ്പിക്കുന്നുവോ അത്തരത്തിലുള്ളവരാരുടെ കൂടെയും കൂടിപ്പോകരുത്. നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ മാത്രമേ നിലക്കൊള്ളാവൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അതിന് വിരുദ്ധമായി കൊണ്ട് കളവ് പ്രചരിപ്പിക്കുകയും അങ്ങനെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ജനങ്ങൾ ചെയ്യുന്നത്. ആളുകൾക്കെന്ന് കളവ് പറയാൻ ഒരു ദിവസം വരെ നിശ്ചയിക്കപ്പെട്ട രൂപത്തിലാണ്. ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ അതിന്റെ 1-ാം തീയതി പലർക്കും ഏപ്രിൽ ഫൂൾ അഥവാ നുണ പറയാൻ ലൈസൻസ് കിട്ടിയ ഒരു ദിവസമാണ്. മതബോധമുണ്ടവരെന്ന് പറയുന്ന ചെറുപ്പക്കാര് പോലും അന്ന് ചില വികൃതികൾ ഒപ്പിക്കാറുണ്ട്, കള്ളം പറയാറുണ്ട്, കളവ് പ്രചരിപ്പിക്കാറുണ്ട്, കളവ് എഴുതാറുണ്ട്, കളവായ രൂപത്തിലേക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പാടില്ല പ്രിയപ്പെട്ടവരെ, അവനവന്റെ നാവിൽ എന്നറിഞ്ഞുകൊണ്ടൊരു കള്ളം വന്നു പോകണ്ട. ഈ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നിന്റെ ശരീരത്തിലെ അതാ ഈ ചിരിഭാഗം, അവന്റെ വായഭാഗം ഇതാ കൂർത്തുമൂർത്ത മുള്ളുകളുള്ള അഥവാ ഇരുമ്പിന്റെ കൊടിലുകൾ കൊണ്ട് വലിച്ചു കീറപ്പെടുന്ന ശിക്ഷ അവനതാ അവന്റെ ബർസഖിയായ ജീവിതത്തിൽ ഖിയാമത്ത് നാൾ വരെ നേരിടാനിരിക്കുന്നു. അതുകൊണ്ട് രക്ഷയുണ്ടോ? മഹ്ശറിൽ വിചാരണക്ക് ശേഷം അവൻ പിന്നെയും അതാ നരകത്തിയിലേക്ക് തള്ളപ്പെടുകയായി. അപ്പൊ ഒന്നാമത്തെ ശിക്ഷ അതല്ലേ, ഒന്നാമത്തെ കാര്യം അതാണ് വിശദീകരിക്കപ്പെട്ടത്. രണ്ടാമത് മലക്കുകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. വല്ലദീ റഅയ്തഹു യുശ്ദഹു റഅസുഹു ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ فنام عنه بالليل ولم يعمل فيه بالنهار يفعل به إلى يوم القيامة. നീ കണ്ടില്ലേ, വല്ലദീ റഅയ്തഹു, താങ്കൾ കണ്ടില്ലേ ഒരാളെ, യുശ്ദഹു റഅസുഹു, അയാളുടെ തല ഇങ്ങനെ ചതച്ചരക്കുന്നത് കണ്ടില്ലേ, തല ചതഞ്ഞരക്കപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടില്ലേ, പാറക്കല്ല് തലയിലേക്ക് ഇട്ടുകൊണ്ട് തല ഇങ്ങനെ അരക്കപ്പെടുന്ന നശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടില്ലേ? അയാൾ ആരാണെന്നോ, ഫറജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ. അയാൾ ആരാണെന്നോ, അല്ലാഹു അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഖുർആൻ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, ഖുർആനിന്റെ നിയമങ്ങൾ അയാൾ പഠിച്ചിട്ടുണ്ട്, ഖുർആനിലെ നിയമങ്ങളെ പറ്റി അയാൾ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അത് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിച്ച മനുഷ്യനാണ്. എന്നിട്ടും രാത്രിയിൽ അയാളതാ അയാളുടെ ബാധ്യതകൾ നിർവഹിക്കാതെ, പഠിച്ചതനുസരിച്ചൊന്നും ചെയ്യാതെ രാത്രിയിൽ അയാൾ ഉറങ്ങുന്നു. വലം യഅമൽ ഫീഹി ബിന്നഹാർ, പകലിലും അവൻ അതുകൊണ്ടൊന്നും പ്രവർത്തിച്ചില്ല. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, യഖുദുൽ ഖുർആന ഫയർഫിളുഹു, അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അയാൾ അത് വലിച്ചെറിഞ്ഞവനാണ്. ഖുർആൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്, പക്ഷേ അയാൾ അത് ജീവിതത്തിൽ പുലർത്തുന്നില്ല, അയാൾ അത് വലിച്ചെറിഞ്ഞ മട്ടാണ്. വയനാമു അനിസ്സലാത്തിൽ മക്തൂബ, ഫർളായ നിസ്കാരത്തിന് പോകാതെ അവൻ കിടന്നുറങ്ങുന്നവനാണ്. നിസ്കാരത്തിന് പോകാതെ അവൻ ഉറങ്ങുന്നു, പഠിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിക്കാതെ അവനതാ ഉറങ്ങുകയാണ്. അവൻ ഫജ്റിൽ ബാങ്ക് കേട്ടാലും അവന്റെ തല പൊങ്ങുന്നില്ല, സമയമായി കഴിഞ്ഞാലും അവൻ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല.
ഇനി ഫജ്ർ നേരമെന്ന് വേണ്ട, ഏത് നേരമാകട്ടെ, സമയമായിട്ടും അതറിഞ്ഞിട്ടും ഒരാൾ കിടക്കുന്നുവെങ്കിൽ അവന്റെ ഖബറിൽ അവന് അഭിമുഖീകരിക്കാനുള്ള മാരകമായ ശിക്ഷയാണിത്. എത്രയോ ആളുകളില്ലേ, അതാ അവൻ കിടന്നുറങ്ങുകയാണ്, കിടന്നുറങ്ങുന്നു. ഫജ്റായതവൻ അറിയാം, അസ്റായതവൻ അറിയാം. അങ്ങനെ സമയമായെന്നറിഞ്ഞിട്ടും ആ സമയം അറിഞ്ഞിട്ടും ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അവന്റെ സുഖത്തിന് പ്രാധാന്യം കൊടുത്തവനാണ്, അവന്റെ കണ്ണിന് സുഖം കൊടുത്തവനാണ്, അവന്റെ ശരീരത്തിന് സുഖം കൊടുത്തവനാണ്. അള്ളാന്റെ വിളിയാളം അവൻ കേൾക്കുന്നുണ്ട്. ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയിക്കണോ ഇങ്ങോട്ട് വരൂ, വിജയം നേടാൻ വരൂ എന്ന വിളിയാളം അവൻ കേൾക്കുന്നുണ്ട്. ടൈമായതവൻ അറിയുന്നുണ്ട്. എന്നിട്ടും അവൻ മനഃപൂർവ്വം പിന്നെയും കിടന്നുറക്കം തന്നെയാണെങ്കിൽ അവന്റെ തല അതാ പാറക്കല്ലുകൾ കൊണ്ട് ചതച്ചരക്കപ്പെടുകയായി. ഈ ശിരസ് കൊണ്ടല്ലേ, ഈ ശിരസ്സല്ലേ നിന്റെ തലയിണയിൽ വെച്ചുകൊണ്ട് നീ ബഹുമാനിച്ചത്. അള്ളാനെ കാണ ബഹുമാനം നീ കൊടുത്തത് നിന്റെ ശരീരത്തിനല്ലേ, നിന്റെ ശിരസിനല്ലേ, നിന്റെ കണ്ണിനല്ലേ, നിന്റെ തലക്കല്ലേ. അതാ ആ മാന്യമെന്ന് നിനക്ക് തോന്നിയ ശിരസിതാ ചതച്ചരക്കപ്പെടുന്നു എന്ന മട്ടിൽ അവന്റെ ബർസഖിയായ ജീവിതത്തിൽ ഖിയാമത്ത് നാൾ വരെ അതാ നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ മനഃപൂർവ്വം കിടന്നുറങ്ങുന്നവന്റെ തല ചതച്ചരക്കപ്പെടുന്നു. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ മനുഷ്യൻ അറിയാതെ ഉറങ്ങിപ്പോയേക്കാം, അറിയാതെ സമയമായത് അറിയാതെ ഉറങ്ങിപ്പോയേക്കാം, സമയം കഴിഞ്ഞതിന്റെ ശേഷം ഉണർന്നേക്കാം. അതല്ലാഹു ഇളവ് നൽകിയ ഒരു കാര്യമാണ്. പക്ഷേ എത്രയൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും റബ്ബിന്റെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന ന്യായങ്ങൾക്കാണല്ലോ വിലയുള്ളത്. മനഃപൂർവ്വം ഉറങ്ങിയതാണോ അതോ അറിയാതെ ഉറങ്ങിപ്പോയതാണോ, അത് വിചാരണക്കെടുക്കുന്ന റബ്ബിന് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് ഒരിക്കലെങ്കിലും അല്പമെങ്കിലും അറിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കൂടാ. ജമാഅത്തിന് പോകാതെ, നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങിക്കൊണ്ട് കഴിച്ചു കൂട്ടുന്നവനാണാവട്ടെ പെണ്ണാവട്ടെ, അവന്റെ ശിരസ്സത വളരെയേറെ ഈ രൂപത്തിലുള്ള അതിഭീകരമായ നിലക്കുള്ള ശിക്ഷക്ക് വിധേയമാക്കപ്പെടുന്നു. നമ്മൾ ആലോചിക്കുക, നമ്മൾക്ക് ഗൗരവം തോന്നിയിട്ടുണ്ടോ? കിടന്നങ്ങനെ ഉറങ്ങാ, അസറായി എന്നറിയാ, പള്ളിയിൽ പോകൂല, നല്ല ശാപ്പാട് പഠിച്ചിട്ട് കിടന്നുറങ്ങും. വെള്ളിയാഴ്ച പ്രത്യേകിച്ച്. കാരണം എന്താ? ആളുകൾക്ക് ഒഴിവുള്ള ദിവസം, ഒഴിവുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. പല റൂമുകളിലും സുബഹിയുമില്ല അസറുമില്ല, സുബഹിയുമില്ല അസറുമില്ല. കാരണം എന്താ? അലാറം ശബ്ദിക്കാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ചയാണ്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അലാറം ശബ്ദിക്കും. എന്തിനാ? ഡ്യൂട്ടി ഉണ്ട്, ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി അലാറം വെക്കുന്നു. വെള്ളിയാഴ്ച ഡ്യൂട്ടി ഓഫാണ്, അതുകൊണ്ട് അലാറം മുഴങ്ങുന്നില്ല. എണീറ്റെങ്കിൽ എണീക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ അലസതയോടുകൂടെ വിടാനുള്ളതാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരങ്ങൾ? ചിലപ്പോ അലാറം അടിച്ചാലും ചിലപ്പോ കേൾക്കാത്ത ക്ഷീണത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയേക്കും. അത് റബ്ബറിയുന്നവനാണ്, ഒരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല. റബ്ബറിയും. പക്ഷേ അല്പമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഉറങ്ങിയതെങ്കിൽ, അതിന് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയെങ്കിൽ, ആ നിലക്ക് റബ്ബിനോട് അതിനെ സംബന്ധിച്ച് കരഞ്ഞു പറയാതെ മരണപ്പെട്ടു പോയെങ്കിൽ ഖബറിൽ ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇലാ യൗമിൽ ഖിയാമ ഫയുസ്നഉ ബിഹി ഇലാ യഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഇത് തുടരുന്നതാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ജമാഅത്തിനും നിസ്കാരത്തിനൊന്നും പോകാതെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കിടന്നുറങ്ങന്നെ. രണ്ടാമത്തെ എന്താണ്? ഇയാൾ ഇൽമു പഠിച്ചു, ആ ഇൽമനുസരിച്ച് രാത്രിയും പ്രവർത്തനമില്ല, പകലും പ്രവർത്തനമില്ല. പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിലല്ലേ ഇൽമു ഉപകാരപ്പെടുകയുള്ളൂ. ഇൽമു ഉപകാരപ്പെടണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ, നാഫിയായ ഇൽമിനെ തരണേ അല്ലാഹ്. നാഫിയായ ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരപ്രദമായ അറിവ്. ഒരാൾക്ക് കുറെ അറിവുണ്ട്, കുറെ പഠിച്ചിട്ടുണ്ട്, അയാളുടെ ജീവിതത്തിൽ ഒരു നിലക്കും അതിനോട് യോജിപ്പില്ലെങ്കിൽ അയാളുടെ ഇൽമ അയാൾക്ക് ഉപകരിച്ചില്ല, ഒരു ഫലവും അതുകൊണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഉപകാരപ്രദമായ അറിവല്ലെങ്കിൽ ആ ഇൽമവന് ശാപമാണ്, ആ ഇൽമവന് ശിക്ഷയാണ്, ആ ഇൽമവന് റബ്ബിന്റെ കോപത്തിന് കാരണമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് എത്ര കുറവാണെങ്കിലും ആ അറിഞ്ഞ കാര്യമനുസരിച്ച് അമൽ ചെയ്യുവോളം നമ്മൾ ആ വിഷയത്തിൽ ജാഹിലിന്റെ സ്ഥാനത്താണ്. ഒരാൾക്ക് ഒരുപാട് ഇൽമുണ്ട്, അയാൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അയാളും ജാഹിലും ഒരുപോലെ. ജാഹിൽ ഒരു പക്ഷേ അറിയാതെയാവാം, ഇവൻ പഠിച്ചിട്ട് പ്രവർത്തിക്കാത്തവനാണെങ്കിൽ അവന്റെ ശിക്ഷ വളരെ ഗൗരവമല്ലേ. അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ അവഗണിച്ചവരുടെയും നിസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങുന്നവരുടെയും ശിക്ഷയാണ് ഈ പറഞ്ഞത്. അവന്റെ തലയിങ്ങനെ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് ചതച്ചരക്കപ്പെടുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കൽ പല രൂപത്തിലില്ലേ. ആ ഖുർആൻ ഓതാൻ മനസ്സില്ലായ്മ, ആ ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ലായ്മ, ആ ഖുർആൻ പഠിക്കാൻ താല്പര്യമില്ലായ്മ, അത് പഠിപ്പിക്കുന്ന വേദികളിൽ വരാൻ മനസ്സില്ലായ്മ, വന്നാൽ തന്നെയും അതിന്റെ കാര്യങ്ങളോട് യോജിപ്പില്ലായ്മ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ താല്പര്യമില്ല, അത് പഠിക്കാനോ അത് ജീവിതത്തിൽ കൊണ്ടുവരാനോ ഒരു താല്പര്യവുമില്ലാതെ ഞങ്ങളും കിതാബിന്റെ ആളുകളാണ്, ഞങ്ങളും ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്ന ഈ കക്ഷികളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് റബ്ബിനോട് തന്നെ പരാതി പറഞ്ഞല്ലോ. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. സൂറത്തുൽ ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമി, ഇതാ എൻ്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവർ അവഗണിച്ചവരാണ്, ഈ ഖുർആനിനെ അവർ ഉപേക്ഷിച്ചവരാണ്, ഈ ഖുർആൻ അവർ വലിച്ചെറിഞ്ഞവരാണ്. വീട്ടിന്റെ അകത്തളത്തിൽ ഖുർആനിന്റെ കോപ്പിയുണ്ട്, അതാ കാറിൽ നിന്നും യാത്രാവേളയിലും മറ്റു സ്ഥലത്തു നിന്നുമൊക്കെ അവൻ ഖുർആൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതം അവന്റെ വിശ്വാസ രംഗത്തില്ല, അവന്റെ കർമ്മരംഗത്തില്ല, അവന്റെ കുടുംബ ജീവിതത്തിലില്ല, അവന്റെ സ്വഭാവ മേഖലയിലില്ല, അവന്റെ സാമ്പത്തിക മേഖലയിലില്ല, അവന്റെ ഇടപാടുകളിലില്ല, അവന്റെ പെരുമാറ്റങ്ങളിലില്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ അഹ്കാമുകളെ, അതിന്റെ ഹലാല് ഹറാമുകളെ പരിഗണിക്കാതെ ജീവിതത്തെ തോന്നിയതുപോലെ മുന്നോട്ട് കൊണ്ടുപോയ ധിക്കാരികളായ ആളുകൾ അതാ ഖുർആൻ അവഗണിച്ചു കഴിഞ്ഞ ആളുകളാണ്. അത്തരത്തിൽ ഖുർആനിനെ അവഗണിക്കുന്നവരാരോ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഒരവസ്ഥയിലേക്ക് വന്നാൽ, ഖബറിൽ വെക്കപ്പെട്ട് എല്ലാവരും തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഈ ഭീകരമായ ശിക്ഷക്ക് നമ്മൾ വിധേയരാകുന്നു. ഖുർആൻ ഒരാൾ മനസ്സിലാക്കിയിട്ടതനുസരിച്ച് പ്രവർത്തിക്കാതെ പഠിച്ചതവൻ മറക്കുകയും ആ രൂപത്തിൽ അതിനോട് ഒരു പ്രത്യേകമായ അവസ്ഥയവൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോ അതിന്റെ ഗൗരവം അതാ പണ്ഡിതന്മാര് പറയുന്നത് നോക്കൂ. കാരണം പരിശുദ്ധ ഖുർആൻ ഒരാൾ ഹിഫ്ളാക്കിയിട്ട് അതിലെ നിയമങ്ങൾ ഒരാൾ പഠിച്ചു വെച്ചിട്ട് അതിനെ അവഗണിക്കുന്നത് ജിനായത്തുൻ അദീമത്തുൻ, വമ്പിച്ച തെറ്റാണ്. കാരണം എന്തെന്നല്ലേ, ഖുർആനിൽ ചിലതൊക്കെ ഒഴിവാക്കാനുണ്ടെന്നവൻ മനസ്സിലാക്കിയത് പോലെയാണ്. അതുകൊണ്ടവൻ എന്ത് ചെയ്തു? പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഖുർആനിന്റെ നിയമമാണെന്നറിഞ്ഞിട്ടും ഇസ്ലാമിന്റെ നിയമമാണെന്നറിഞ്ഞിട്ടും അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് താന്തോന്നിയായി ജീവിക്കുമ്പോ അവൻ വലിയ മാന്യമായി തല ഉയർത്തിയിട്ടല്ലേ സമൂഹത്തിൽ നടക്കാറുള്ളത്. ആ തലയുടെ അവസ്ഥയാണ് പറയുന്നത്. ആ തല ഖിയാമത്ത് നാൾ വരെ കല്ലുകൊണ്ട് കുത്തി കുത്തി ചതച്ചരക്കപ്പെടുന്നു. ആ ഭീകരമായ ശിക്ഷയാണ്. അതിനെപ്പറ്റി അതാ ജിബ്രീലും മീകായിലും അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പൊ വളരെ ഗൗരവമാണ്. നമ്മൾ ആലോചിക്കുക ഇതിൽ എത്ര പാപങ്ങൾ എന്റെ പെരടിയിലുണ്ട്, ഏതൊക്കെ പാപങ്ങൾ എന്റെ പെരടിയിലുണ്ട്, അതോർക്കണം, അതാലോചിക്കണം. ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ വിശദീകരിച്ചു കൊടുക്കുന്ന അടുത്ത സംഭവം, വല്ലദീ റഅയ്തഹു ഫിസ്സഖബി ഫഹുമുസ്സുനാത്ത്. നിങ്ങളൊരു ചൂളയിൽ അതാ അടിഭാഗം വളരെ വിശാലമായതും മുകൾ ഭാഗം കുടുസായതുമായ തീ കത്തിക്കപ്പെടുന്ന ഒരു പാത്രം നിങ്ങൾ കണ്ടില്ലേ? അതിൽ നഗ്നരായ സ്ത്രീ പുരുഷന്മാര് അതാ പുറത്തേക്ക് ചാടാൻ
പറയാൻ വെമ്പൽ കൊള്ളുന്ന വളരെ ദയനീയമായ കൂട്ടക്കരച്ചിലുകൾ ആ രംഗം തങ്ങൾ കണ്ടില്ലേ? അതാരാണെന്നറിയാമോ? ഫഹുമുസ്സുനാത്ത്, വ്യഭിചാരികളാണ് നബിയേ. അള്ളാഹു മറക്കാൻ പറഞ്ഞ ഭാഗങ്ങൾ മറക്കാതെ പുരുഷന്മാരെ വശീകരിച്ചുകൊണ്ട് തങ്ങളിലേക്ക് പുരുഷന്മാരെ ആകർഷിച്ചുകൊണ്ട് വേശ്യകളായി നടന്ന് വേശ്യാവൃത്തി ചെയ്തുകൊണ്ട് അതിലേക്ക് വന്ന ആണുങ്ങളും അതിലേക്ക് വന്ന പെണ്ണുങ്ങളുമാണ് അതാ നഗ്നരായിക്കൊണ്ട് ഉടുതുണിയില്ലാതെ അപമാനിതരായ നിലയിലതാ അവരതാ തീച്ചൂളയിൽ ശിക്ഷിക്കപ്പെടുന്നു. ഇത് മഹ്ശറിൽ കിട്ടാനുള്ള തീയുടെ നരകത്തീയുടെ ശിക്ഷയുടെ മുമ്പാണെന്നറിയണം. ഖബറിൽ വരാനുള്ള രംഗങ്ങളായി പറയുന്നത്. ഖബറിൽ അനുഭവിക്കാനുള്ള ബർസഖിന്റെ ലോകത്ത് അനുഭവിക്കാനുള്ള ശിക്ഷയാണ് ഈ പറയുന്നത്. കണ്ടില്ലേ, ലോകം മുഴുവൻ വൃത്തികേട് പ്രചരിപ്പിക്കുന്ന വേശ്യകളില്ലേ, വൃത്തികെട്ട രംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ചാനലുകളില്ലേ, അത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നിട്ട് അവനവൻ പണവും കൊടുത്തിട്ട് ഈ വ്യഭിചാര വൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, പ്രിയപ്പെട്ട മുസ്ലിമത്തെ, ഈ കണ്ണുകൊണ്ട് ആ ഹറാമ് കാണുമ്പോ, ഇക്കാതുകൊണ്ട് ആ ഹറാമ് കേട്ട് രസിക്കുമ്പോ, ആ വർത്തമാനങ്ങൾ ഈ നാവ് കൊണ്ട് പറഞ്ഞ് രസിക്കുമ്പോ അതിലേക്ക് വേണ്ട രൂപത്തിലുള്ള ചലനങ്ങളും ആംഗ്യങ്ങളും സംസാരത്തിലൂടെ ഭാഷയിലൂടെ പ്രകടിപ്പിക്കുമ്പോ ആ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുകയല്ലേ? ഇത്തരത്തിൽ വളരെ ഭീകരമായ നിലക്കുള്ള ശിക്ഷയാണ് വ്യഭിചാരികൾക്ക് ലഭിക്കാനുള്ളതെങ്കിൽ ആ വ്യഭിചാരത്തിലേക്ക് വേണ്ട കവാടങ്ങൾ മുഴുവൻ ഇസ്ലാം അടച്ചിട്ടില്ലേ? അതിലേക്ക് വേണ്ട രൂപത്തിലുള്ള കവാടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പെണ്ണവളുടെ ശരീരം മറക്കലാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ശരീരത്തിന്റെ മാംസളഭാഗങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ആണിന് വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരത്തിന്റെ ഒരു ശിക്ഷയുടെ പങ്ക് ഈ പെണ്ണിനുമില്ലേ? കാരണം ഇവളല്ലേ ആകർഷിപ്പിച്ചത്, ഇവളല്ലേ കൊതിപ്പിച്ചത്, ഇവളല്ലേ ആണിന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തയുണ്ടാക്കിയത്. ശാപത്തിന് ഹേതുവായ പെണ്ണല്ലേ? സ്വർഗത്തിന്റെ മണം പോലും അവൾക്ക് നിഷിദ്ധമല്ലേ? തന്റെ കൈ കാണിച്ചുകൊണ്ട്, തന്റെ ആംഗ്യം കാണിച്ചുകൊണ്ട്, തന്റെ വയറ് പ്രദർശിപ്പിച്ചുകൊണ്ട്, തന്റെ മാറും കഴുത്തും കാണിച്ചുകൊണ്ട്, തന്റെ നിതംബം പ്രദർശിപ്പിച്ചുകൊണ്ട്, അങ്ങനെ ശരീരത്തിന്റെ സൗന്ദര്യഭാഗങ്ങളെ മറ്റുള്ളവരിലേക്ക് നയിക്കുന്ന അത്തരത്തിലുള്ള പെണ്ണുങ്ങൾ എത്ര ശാപത്തിന് വിധേയകളാണ്, എത്രത്തോളമെന്നോ. അതാ ഒരു പെണ്ണ് സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരെ ആകർഷിക്കലാണ് അവളുടെ ലക്ഷ്യമെങ്കിൽ ഫഹിയ സാനിയ, അവള് വേശ്യപ്പെണ്ണാണ്, അവള് വേശ്യയാണ്, വേശ്യയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ സിനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഗാനങ്ങൾ, അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അതേ രൂപത്തിലുള്ള വൃത്തികെട്ട രൂപത്തിലുള്ള സർവ്വ സംവിധാനങ്ങളും വളരെ ഗൗരവമാണ്. കാരണം അതാ അതിന്റെ പരിണിത ഫലമായ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതാ ഖിയാമത്ത് നാൾ വരെ ഈ തീച്ചൂളയിൽ അവർ മുഴുവൻ ശിക്ഷിക്കപ്പെടുന്നു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ മുസ്ലിം ഉമ്മത്തിലെ ഒരൊറ്റ പെണ്ണും ഒരൊറ്റ പുരുഷനും വിചാരത്തിലേക്ക് പോകാത്ത നിലക്ക് റബ്ബിന്റെ കാവലുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അല്ലാഹു ആ മാരകമായ ആ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതാ നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിശദീകരിച്ചു കൊടുക്കുന്നു. വല്ലദീ റഅയ്തഹു ഫിന്നഹിരി, അതാ അങ്ങ് നദി കണ്ടില്ലേ, ഒരു രക്തത്തിന്റെ പുഴയൊഴുകുന്നത് കണ്ടില്ലേ, അതിലൊരാൾ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടില്ലേ, അതാരാണെന്നറിയാമോ? ആക്കിലുരിബാ, പലിശ തിന്നുന്നവരാണ്, പലിശക്കാരാണ്. ആ പുഴയിൽ രക്തം കുടിക്കുകയാണ്. കാരണം അവര് ദുനിയാവിൽ പാവങ്ങളുടെ രക്തമൂറ്റി കുടിച്ചവനാണ്. എന്റെ കയ്യിൽ പണമില്ല മുതലാളി, 1000 രൂപ തരാമോ, നാളെ അങ്ങ് തരാമെന്ന് പറഞ്ഞപ്പോ ധിക്കാരിയായ മുതലാളിയുടെ മനസ്സലിഞ്ഞില്ല. പാവപ്പെട്ട ഈ മനുഷ്യന് ഞാൻ 1000 കൊടുത്താൽ എന്താണെന്ന് ഈ ധിക്കാരി ചിന്തിച്ചില്ല. തരാമടോ, നിനക്ക് 1000 അല്ല 10,000 വേണമെങ്കിൽ തരാം, പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും, 1 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും, 1 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും നീ എനിക്ക് പണം മടക്കി തരുമ്പോ ഇത്ര ഈ റൊക്കം തന്നാൽ പോരാ, പലിശ വേണം.
അങ്ങനെ പാവങ്ങളുടെ എടങ്ങേറ് ചൂഷണം ചെയ്ത ധിക്കാരിയാണിവൻ. പാവങ്ങളുടെ പ്രയാസത്തെ അറിയാതെ അവന്റെ കരളിന്റെ ചങ്കിലെ ചോര ഊറ്റി കുടിച്ച രാക്ഷസനാണിവൻ. അതുകൊണ്ട് പലിശ മുതലാളി അവനതാ പാവങ്ങളുടെ രക്തം ഊറ്റി കുടിച്ചവനാണ്, അവരുടെ പ്രയാസമറിയാത്തവനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണ്, ചങ്കിലെ ചോരയും ഹൃദയത്തിലെ ചോരയും കരളിലെ ചോരയും ഊറ്റി കുടിച്ച രക്തരക്ഷസാണവൻ. അതുകൊണ്ടതാ പരലോകത്തവന് കൊടുക്കുന്ന ശിക്ഷ കണ്ടില്ലേ? രക്തത്തിന്റെ പുഴയിലാണ് അവനതാ കുടിച്ചു കുടിച്ചവന്റെ വയറ് വീർത്തിരിക്കുന്നു. രക്തമാണ് കുടിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ തുഴഞ്ഞ് ഒരുവിധം കരക്കൊപ്പിക്കുകയാണ്. അങ്ങോട്ട് നീന്തി നീന്തി വാ പിളർന്നുകൊണ്ട് അവൻ രക്തം ഛർദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് അതാ കരയിൽ നിൽക്കുന്ന ഒരാള്, ശിക്ഷിക്കുന്നയാള് കല്ലുകൾ അവന്റെ വായിലേക്ക് എറിയുന്നു. അവനതാ പിന്നെയും ആ രക്തപ്പുഴയിലേക്ക് പിന്നെയും ആട്ടിയോടിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ബാങ്കുകളിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയുടെ കണക്കും നോക്കിയിട്ട് അതുപോലെ തന്നെ 200 കൊടുത്താൽ 1000 കൊടുത്താൽ 1200 ലക്ഷ്യം വെക്കുന്നവർ, അള്ളാനെ പറ്റിക്കാൻ വേണ്ടി ഹീലത്തുകൾ ചമയുന്നവർ, പടച്ചറബിനെ പറ്റിക്കാൻ വേണ്ടി പലിശയല്ലെന്ന് തോന്നിക്കുന്ന നിലക്കുള്ള മോഡേൺ ഫൈനാൻഷ്യൽ ട്രിക്കുകൾ ചമക്കുന്ന ആളുകൾ എല്ലാവരും ചിന്തിച്ചോളണം. അതാ ഖബറിലെ ശിക്ഷ ഭീകരമാണ്. ഇത് വരാൻ പോകുന്ന ഹക്കാണ്. ഇത് ഹക്കാണ്. രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്ന പ്രാർത്ഥനകളിൽ കാണാം, അതിങ്ങനെ പറയാ, ഞാൻ അംഗീകരിക്കുന്ന റബ്ബേ, ഖബറിലെ ശിക്ഷ സത്യമാണ്, ഖബറിലെ ശിക്ഷ സത്യമാണ്. എന്തിനാ അതിങ്ങനെ പറയുന്നത്? ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നു, അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇത് വരാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വ്യഭിചാരത്തിലേക്ക് പോകാൻ പാടില്ല, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൂടാ, അതുപോലെ പഠിച്ചതനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതാ നിസ്കാരങ്ങൾക്ക് പോകാതെ ഉറങ്ങുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിക്കൂടാ. ഇങ്ങനെ കഠോരമായ ഒരു 4 പാപങ്ങളെ പറ്റി അതിന് കിട്ടാൻ പോകുന്ന നരകത്തിലെ ശിക്ഷയെ കുറിച്ചല്ല ഈ പറഞ്ഞതൊന്നും. നരകത്തിലെ ശിക്ഷക്ക് മുമ്പേ അതാ ബർസഖിൽ കിട്ടാൻ പോകുന്ന ഈ ഭീകരമായ ശിക്ഷകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്നു. പലിശയുമായി ബന്ധപ്പെടാത്ത ആളുകൾ കുറവ്, അതിന്റെ ഒരു ധൂമപടലമെങ്കിലും പുകപടലമെങ്കിലും ഏൽക്കാത്ത ആളുകൾ കുറവ്. അള്ളാഹു നമ്മിൽ നിന്ന് വന്നു പോകുന്ന, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് വന്നു ചേരുന്ന, നാം അറിയാത്ത വിധത്തിൽ കയറി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന പലിശയുടേതായ ബാധ്യതകൾ, ഇടപാടുകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ഫിൽസ് പലിശ വാങ്ങിക്കൂടാ, അറിഞ്ഞുകൊണ്ടൊരു ഫിൽസ് ഉപയോഗിച്ചുകൂടാ, അറിഞ്ഞുകൊണ്ട് ആ ഒരു രൂപത്തിൽ നമ്മൾ നീങ്ങിക്കൂടാ. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന പാപങ്ങൾ എടുത്തു നോക്കിയാൽ മാരകമായ ഖബർ ശിക്ഷയ്ക്ക് ഹേതുവായി തീരുന്ന മറ്റു ചില പാപങ്ങൾ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖബറിലെ ശിക്ഷ കാണിക്കപ്പെടുകയാണ്. ഖബറിലെ ഒരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെടുകയാണ്, അവിടുത്തെ കേൾക്കുകയാണ്. ആ ഘട്ടത്തിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറിന്റെ സമീപത്തുകൂടെ നടന്നു പോകുമ്പോ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടിട്ട്, ആ അട്ടഹാസവും ശബ്ദവും കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സ്വഹാബിമാരോട് പറയാണ്, ഇന്നഹുമാ, ഈ ഖബറിന്റെ 2 ആളുകൾ, ഈ ഖബറിൽ കിടക്കുന്ന 2 പേരും ലയുഅദ്ദബാൻ, അവർ 2 ആളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീർ, വലിയ ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ അതൊക്കെ ചിന്തിക്കാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. അങ്ങനത്തെ ചെയ്യാൻ പറ്റാത്ത, ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമൊന്നുമായിരുന്നില്ല. മാത്രമല്ല വലിയ പാപവുമായിരുന്നു അത്. എന്നിട്ടും അവരതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാതെ പോയവരാണ്. എന്താണ് ആ 2 പാപങ്ങളെന്നോ, എന്താണ് ആ 2 ആളുകളുടെ കുറ്റമെന്നോ? അവരിൽ ഒരാളതാ ഫകാന യസ്ആ ബിന്നമീമാ, യേശനി കൊണ്ട് നടക്കലാണ് അയാളുടെ പണി. ഏശനി പറയലാണ്. എന്താ ഏശനി? 2 തലയും കത്തിച്ച് നടുക്ക പിടിക്കുക, അപ്പുറോ പുറോ ഓരോന്ന് കൊളത്തി നോണ പ്രചരിപ്പിക്കുക, അങ്ങനെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുക. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ,
ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഫയുഅദ്ദബു ഫിൽ ഗീബത്തി, ഗീബത്തിന്റെ കാര്യത്തിലാണ് അയാൾ ശിക്ഷിക്കപ്പെടുന്നത്. അതാ മറ്റുള്ളവന്റെ അഭിമാനത്തെ നോക്കാതെ അവന്റെ അഭിമാനത്തെ ചിപ്പിച്ച് ചീന്തുകയും അവനെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞു വരുത്തുകയും അങ്ങനെ ഒരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്താൻ വേണ്ടി ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളിലുള്ള കാര്യമാണെങ്കിലും ശരി അയാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടില്ലേ ഗീബത്ത് എന്താണെന്ന്? അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തയാളെ കുറിച്ച് പറയലാണ്, നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തയാളെ കുറിച്ച് പറയലാണ് ഗീബത്ത്. ഉടനെ ചോദ്യം വന്നല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണെങ്കിലോ, ഞാൻ പറയുന്ന കാര്യം അയാളിൽ ഉള്ളത് തന്നെയാണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് തന്നെയാണ് ഗീബത്ത്. ഉള്ളത് പറഞ്ഞാൽ തന്നെയാണ് ഗീബത്ത്, ഇല്ലാത്തതും കൂടിയാണെങ്കിലോ നീ അയാളെ പറ്റി കള്ളവും പറഞ്ഞു. അപ്പൊ രണ്ട് ശിക്ഷയായി. ഉള്ളത് തന്നെ പറഞ്ഞാൽ ഗീബത്താണ്, ഇല്ലാത്തത് കൂടിയാണെങ്കിലോ ഗീബത്തുമായി കെദിബുമായി രണ്ടും ഏറ്റവും വലിയ പാപമായി. ഖബറിൽ ശിക്ഷ കിട്ടുന്ന, ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് അത്തരക്കാർ. നമ്മൾ അള്ളാഹുവിനോട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ സൂക്ഷിച്ചോ, അത് റെക്കോർഡാക്കപ്പെടുന്നു, എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു. ഗീബത്ത് വേണ്ട, നമീമത്ത് വേണ്ട. കാരണം നേതാ ഖബറിലുള്ള ശിക്ഷ വളരെ ഭീകരമാണ്. രണ്ടാമത്തെ വ്യക്തിയത, അയാൾ ശിക്ഷിക്കപ്പെടാൻ മറ്റൊരു പാപമാണ് കാരണമായത്. ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, അയാൾ മൂത്രത്തിൽ നിന്ന് വൃത്തിയാകാറില്ല. മൂത്രത്തിൽ നിന്ന് അയാൾ വൃത്തിയാകാറില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ ആ പറഞ്ഞത്? അതാ മനുഷ്യന്റെ ശരീരം ഇബാദത്ത് ചെയ്യുമ്പോ വൃത്തിയാവണ്ടേ, അവന്റെ വസ്ത്രം വൃത്തിയാവണ്ടേ, അവൻ നിസ്കരിക്കുന്ന സ്ഥലം വൃത്തിയാവണ്ടേ. അതാ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ആമുഖം തന്നെ വൃത്തിയോടുകൂടെയാണല്ലോ. നിസ്കാരത്തിന്റെ ചാവി തന്നെ ഉളുവാണ്. ആ ഉളു ചെയ്തിട്ട് ഒരാളുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ അവന്റെ ശരീരം, അവന്റെ വസ്ത്രം, അവൻ നമസ്കരിക്കുന്ന ഇടം എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയാകണമല്ലോ. ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഇയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ വസ്ത്രത്തിലേക്ക്, അയാളുടെ ശരീരത്തിലേക്ക് മൂത്രം തെറിക്കുന്നത് അയാൾക്ക് പേടിയില്ല. അതിനയാൾ മറ സ്വീകരിക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, തനസ്സഹു, തനസ്സഹു, നിങ്ങൾ വൃത്തിയാവണേ, നിങ്ങൾ വൃത്തിയാവണേ മിനൽ ബൗലി, മൂത്രത്തിന്റെ നജസിൽ നിന്ന്, മൂത്രത്തിൽ നിന്ന് നിങ്ങൾ വൃത്തിയാവണേ. ഫഇന്ന അമ്മത അദാബൽ ഖബരി മിൻഹു, ഖബർ ശിക്ഷയിലെ ഏറ്റവും പൊതുവായ മുഖ്യമായ ഭാഗം ഈ രൂപത്തിലുള്ള വൃത്തികേട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തന്നെ. ആലോചിച്ചു നോക്കൂ, നമ്മൾ വളരെ നിസ്സാരായിട്ട് കാണുകയാണ്. ഇറുകിയ വസ്ത്രം ധരിച്ചിട്ടതാ ഇന്നൊരു ഫാഷനാണ്. മനുഷ്യനതാ വളരെ ഇറുകിയ ടൈറ്റുള്ള വസ്ത്രം ധരിക്കും. എന്നിട്ട് അവനതാ മൂത്രമൊഴിക്കാനിരുന്നാൽ ഇരുന്നൊഴിക്കുന്ന നേരത്ത് അവന് തോന്നും വൃത്തിയായിട്ടുണ്ടെന്ന്, മൂത്രമെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് അവന് തോന്നും. അവനതാ കഴുകിയിട്ട് ധൃതിയിൽ എഴുന്നേറ്റ് നടക്കുമ്പോഴേക്ക്, അതാ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക്, അതല്ലെങ്കിൽ രണ്ടടി വെക്കുമ്പോഴേക്ക് മൂത്രം അവന്റെ ശരീരത്തിലേക്ക് വീഴുകയാണ്, അവന്റെ അടിവസ്ത്രത്തിലേക്ക് മൂത്രം കിനിയുകയാണ്. അത് ചിന്തിക്കാതെ, അതിനെ പറ്റി ആലോചിക്കാതെ ശരീരത്തിൽ അതാ അവന് നിന്ന് മൂത്രമൊഴിക്കുമ്പോ, ഇരുന്ന് മൂത്രമൊഴിക്കുമ്പോ അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഈ നജസ് തെറിച്ചത് അവൻ ശ്രദ്ധിക്കുന്നില്ല. അതിനെപ്പറ്റി അവന് ഭീതിയില്ല, അവന്റെ വസ്ത്രത്തിലായോ എന്ന നോട്ടമില്ല. അവനതാ അതിനെപ്പറ്റി ശ്രദ്ധയില്ലാതെ ഈ വൃത്തികേട് രൂപത്തിലാണ് അവൻ നടക്കുന്നതെങ്കിൽ അതാ ഖബറിൽ ശിക്ഷ ഉറപ്പ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗലി, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗലി, ഖബർ ശിക്ഷയിലെ ബഹുഭൂരിഭാഗവും ഈ മൂത്ര സംബന്ധമായി മനുഷ്യൻ ശ്രദ്ധിക്കാത്തതിനാൽ വന്നു ചേരുന്ന ശിക്ഷകളാണ്. എത്ര ഗൗരവമാണ്, ആലോചിക്കണം.
ആലോചിക്കണം. ഇന്ന് ആളുകൾക്ക് അതിന് നേരമില്ല. എല്ലാവരും വളരെ ബിസിയാണ്, തിരക്കാണ്, പെട്ടെന്ന് ഓടുകയാണ്. അതുകൊണ്ട് അവന്റെ ശരീരത്തിൽ നിന്ന് മൂത്രം വാർന്നുപോയോ എന്ന് ചിന്തിക്കാൻ നേരമില്ല. എന്നാൽ ഇതൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം ആളുകൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാലും പിന്നെയും വസുവാസോടുകൂടെ ഇങ്ങനെ ഇരിക്കണമെന്നല്ല. എനിക്കുറപ്പുണ്ടാകണം എന്റെ വസ്ത്രത്തിൽ മൂത്രമില്ലെന്ന്, എന്റെ ശരീരത്തിൽ മൂത്രമില്ലെന്ന്. ഓരോരുത്തർക്കും അത് ഉറപ്പുണ്ടാകണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതല്ലാതെ മൂത്രം പോയോ ഇല്ലേ എന്നിങ്ങനെ വസുവാസോടുകൂടി അതൊരു രോഗമായി കൊണ്ട് നടക്കണം എന്നല്ല. എന്റെ കാര്യം ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത്? എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ? നിങ്ങളിൽ ഓരോരുത്തരുടെയും ഖബറുകളിൽ നിങ്ങൾ ഓരോരുത്തരും മാത്രമാണല്ലോ. അള്ളാന്റെ അടുക്കൽ നിന്ന് ശിക്ഷ വരുമ്പോ മറ്റുള്ളവൻ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാനും പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി എന്ന് തോന്നരുതല്ലോ. ആര് നമ്മെ പരിഹസിച്ചാലും, ആര് നമ്മെ എത്ര നേരം എടുക്കുന്നയാളാണെന്ന് പറഞ്ഞാലും, മൂത്രമൊഴിക്കുന്ന നേരത്ത് ശരീരത്തിൽ എന്നത് വാർന്നു പോകുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട്. വസ്ത്രത്തിലേക്ക് ഒരു തുള്ളി എങ്ങാനും തെറിച്ചു പോകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരം ശരിയല്ലെങ്കിൽ അവന്റെ സുന്നത്ത് നിസ്കാരങ്ങളും ഫർദ് നിസ്കാരങ്ങളും അവൻ ചെയ്യുന്നതൊന്നും ശരിയാവാത്ത നിലക്ക് ശരീരത്തിൽ മാലിന്യവും കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അതെത്ര ഗൗരവമാണ്. മുൻ സമുദായങ്ങൾക്കുള്ള അത്രയൊന്നും പ്രയാസം നമുക്കില്ല. പല സമുദായങ്ങളിലും ശരീരത്തിൽ മൂത്രമായി കഴിഞ്ഞാൽ, വസ്ത്രത്തിൽ മൂത്രമായി കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങ് മുറിച്ചു നീക്കേണ്ടിയിരുന്നു. എന്താണ് ശരീരത്തിൽ അണിയുന്ന ഒരു വസ്ത്രത്തിൽ മുൻ സമുദായങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു കൊടുത്തൊരു പ്രത്യേകമായ കർശന നിയമമുണ്ടായിരുന്നു. അവരുടെ വസ്ത്രത്തിൽ ഈ മൂത്രമായാൽ കഴുകിയാ മതിയായിരുന്നില്ല, ഭാഗം അങ്ങ് മുറിച്ചു നീക്കേണ്ടിയിരുന്നു. നമുക്കിന്ന് അതില്ലല്ലോ. വൃത്തിയാക്കാനല്ലേ പറഞ്ഞുള്ളൂ, കഴുകാനല്ലേ പറഞ്ഞുള്ളൂ, ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കാതെ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാതെ നടക്കുന്നുവെങ്കിൽ ഖബറിൽ ഭീകരമായ ശിക്ഷയാണ്. അങ്ങനെ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്ന രംഗമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് നമ്മൾ ഗൗരവത്തോടുകൂടെ ഓർക്കണം. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം നമുക്ക് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒട്ടേറെ ആ വിഷയത്തിലുള്ള പാപങ്ങൾ ഇനിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് തരം പോലെ അടുത്ത നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ എല്ലാ രൂപത്തിലുള്ള ശിക്ഷകളിൽ നിന്നും നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഭീകരമായ ശിക്ഷകളിൽ നിന്നും ആ ശിക്ഷക്ക് കാരണമായി തീരുന്ന മഹാപാപങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.